കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 4ാം പ്രതി അനിൽകുമാറിന് പരോൾ അനുവദിച്ചു. 1 മാസത്തേക്കാണ് പരോൾ. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശത്തിലാണ് പരോൾ അനുവദിച്ചത്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, വിശദാംശങ്ങൾ. എൽദോ, പെരിയയിലെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട 4ാം പ്രതിക്കാണ് ഇപ്പോൾ 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഏച്ചിലിടക്കത്തെ അനിൽകുമാർ എന്ന് പറയുന്ന പ്രതിക്കാണ് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 18 മുതൽ 30 ദിവസത്തേക്കാണ് ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ചില വ്യവസ്ഥകൾ ഉള്ളത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കണമെന്നും എല്ലാ ദിവസവും അമ്പലത്തറ പോലീസിൽ ഹാജരായി ഒപ്പിടണമെന്നും ഉള്ള ഒരു വ്യവസ്ഥ കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് ഈ കല്ലോട്ട് പ്രദേശം ഉൾപ്പെടുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 2019 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഇത്തരത്തിൽ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 1 മുതൽ 10 വരെ പ്രതികൾക്കാണ് ഈ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. അതായത് പീതാംബരൻ, സജി തുടങ്ങി KM സുരേഷ് തുടങ്ങിയ പ്രതികളാണ്. ഏതായാലും എറണാകുളം CBI കോടതിയാണ് ഇവർക്ക് ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ